ഇസ്ലാമിക സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന പ്രമാണം ചൊല്ലത് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവൻ സബബുൽ ലിസുഇൽ ഖാതിമ, മരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഈമാനോട് കൂടി മരിക്കുക സാധ്യമല്ല. ബഹുമാനിക്കണായ സങ്കേതങ്ങൾ ഏതെല്ലാം ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ, മസ്ജിദുകൾ, മഹാന്മാർ, ഔലിയാക്കന്മാർ, എന്നെ ഒരുപാട് ചൊല്ലുക ഒരുപാടുണ്ട്. അത് ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൊന്നിട്ടുള്ളേ. ആദരിക്കൽ, ബഹുമാനിക്കൽ എന്നുള്ളത് ആരാധനയിൽപ്പെട്ടതാണ്. ചമ്മയാൾമാർ സംശയിക്കുന്ന ഒരു വിഷയം മാത്രം ചൊന്നാൻ ഈ പാട്ടിട്ടുള്ളേ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതും ആ ബഹുമാനിക്കൽ ഒരു ആരാധനയാണ്. ഉദാഹരണം ചൊല്ലേണ്ടി കണ്ടെങ്കിൽ അള്ളാഹുടെ ആരാധിക്കണം, ഏകനായ പടച്ചുള്ള ആരാധിക്കണം. വേറൊരു ബിംബത്തെമാ, ഒരു മൂർത്തിനെമാ, ഒരു മരത്തെമാ, ഒരു കല്ലിനെമാ ആരാധിക്കാത്ത രാജാതിരാജനായ റബ്ബനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഞങ്ങൾ എത്രമാ ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട് പരിശുദ്ധ കഅബത്തെ മുട്ട പോയിട്ട് ആ കഅബത്തിലുള്ള ഹജറുൽ അസ്വദ് കണ്ടിട്ട് ആ ഹജറുൽ അസ്വദിനെ കൈകൊണ്ട് ചുംബിച്ചിട്ട് ഞങ്ങൾ അതിനെ പുണ്യ കരസ്ഥമാക്കിയിട്ട് വേണ്ടാണ്. സംശയിക്കണമെങ്കിൽ സംശയിക്കുക, ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാം. നിങ്ങൾ അല്ലാഹുടെ മാത്രം ആരാധിക്കുക. ഈ കല്ലിടെ പോയിട്ട് മുത്തരെന്തൊക്കെ അത് ശിർക്കാവൂലേ? ഈ കല്ലിനെ ബഹുമാനിക്കുന്ന എന്തൊക്കെ അത് ശിർക്കാവൂലേ? ആ കല്ലിനെ മുത്തുമൊക്കെ ആരാധനാവൂലേ? സംശയ പറ. എന്നാൽ ഇവിടെ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ഇത്ര പൈസ ചെലവാക്കി പരിശുദ്ധ കഅബത്തിൽ ചെന്നിട്ട് ആ കല്ലിനെ ബഹുമാനിക്കുന്ന എന്തിനു കൊണ്ടുണ്ട്? മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കഅബത്തെ തവാഫ് ചെയ്യുമ്പോൾ ചൊന്നോണ്ടിന്നുള്ള കല്ലേനി ഒരു കല്ല് മാത്രം. പക്ഷേ അല്ലാഹു നിന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ബഹുമാനിച്ചത്, മുത്തു നബി ബഹുമാനിക്കൽ നിന്റെ കടമയാണ്. ആ നിലക്കുള്ള ബഹുമാനമാണ് നാം നിനക്ക് കല്ലേ നൽകിയിട്ടുള്ളത്. അത് എന്തേ? ആദരവാണ്, ബഹുമാനമാണ്, റെസ്പെക്റ്റ് ആണ്. ആ ബഹുമാനിക്കരുത് അല്ലാഹുടെ ആരാധിക്കലാണ്. കല്ലിട് ചുംബിക്കരുത് ആരാധനയല്ല, കല്ലിട് ചുംബിക്കരുത് ബഹുമാനമാണ്, ആദരവാണ്. ഈ ആദരവ് ചെയ്യുന്നത് അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്, പുണ്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കോളൂ. അർത്ഥമായിട്ട് നിങ്ങൾ കല്ലിട് ചുംബിക്കരുത്, ആ കല്ലിടെ ആരാധിക്കലല്ല, ആ കല്ലിടെ ആദരിക്കലായിട്ട്. ഈ ആദരിക്കരുത് അല്ലാഹു ചെയ്ത ആരാധന, അത് അല്ലാഹു പഠിപ്പാട്ടി വിഷയ പുണ്യന്റെ വിഷയമായിട്ട്. ഇത് ഒന്നല്ല, ഒരു ഉദാഹരണം മാത്രം ചൊന്നെ. പരിശുദ്ധ ഖുർആനിൽ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാം സിയാറത്ത് പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്ന ആയത്തായിട്ട് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഖാമിനെ നിങ്ങൾ മുസല്ലയായിട്ട് ചോയ്സ് ആക്കോറുണ്ട് ഖുർആൻ ചൊന്നെങ്കിൽ ആ പ്ലേസിലെ ആ കല്ലിടെ അല്ലാഹു ബഹുമാനിച്ചിട്ട് അതിന് പിന്നിൽ നിസ്കരിച്ച് കൂലിയുണ്ട്, പ്രത്യേകമായ പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു. അപ്പൊ ഞങ്ങൾ മുസ്ലിം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിങ്ങൾ അല്ലാഹു ബഹുമാനിച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളെ റെസ്പെക്റ്റ് വെക്കരുത്. അത് ഇസ്ലാമിക പ്രമാണത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സുബൂത്തായ വിഷയമായിട്ട് അതായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾ കൂടെ പ്രതിപാദനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഇൻഷാ അല്ലാഹ് നിന്റെ പലക്കത്തെ ഞാൻ നിപ്പാട്ടിയിട്ടുള്ളേ.